ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അനന്തനും അച്ചുവും മുകുന്ദനും കൂടി ചിന്നുവിനെ തെരഞ്ഞിറങ്ങുകയാണ്. പല സ്ഥലങ്ങളിൽ പോയി അവർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ചിന്നുവിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. പിന്നീട് അനന്തൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ചിന്നുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഒരു ഓട്ടോക്കാരനോട് പോയി അച്ചുവും അനന്തനും കൂടി ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ കണ്ടോ എന്ന്. ചിന്നുവിന്റെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുത്തോണ്ടാണ് അവര് ചോദിക്കുന്നത്. ആ ഓട്ടോക്കാരനെ പറയുന്നുണ്ട് ഈ കുട്ടിയെ ഞാനാണ് ആ മുരുകൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വിട്ടതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അച്ചു പറയുന്നുണ്ട് അത്രയും ദൂരത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് ഇവൾ എന്തിനാണ് തനിച്ചു പോയതെന്ന് ചോദിക്കുകയാണ്. അച്ഛനെയാണെങ്കിൽ ആ കൊടും കാട്ടിനുള്ളിൽ അങ്ങനെ അകപ്പെടുകയാണ്. എങ്ങനെ പുറത്തു കിടക്കണമെന്ന് ഒരു ഐഡിയയുമില്ല. വഴി അറിയുന്ന രക്ഷകനാണെങ്കിൽ അർച്ചനയെ സഹായിക്കുന്നുമില്ല. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അർച്ചന അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ആ മുരുകൻ ക്ഷേത്രത്തിൽ ചിന്നു ഉണ്ടെന്നറിഞ്ഞ് അനന്തനും മുകുന്ദനും അച്ചുവും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ കുറെ നേരമായി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്നുവിനെ കണ്ട് തിരുമേനി വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന്. അപ്പൊ അമ്മയെ കാണാനില്ലെന്നും അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടത്തെ പ്രധാന വഴിപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് ഉണ്ണാവൃതം എടുത്ത് കർപ്പൂര ദീപം തെളിയിച്ച് പ്രദക്ഷിണ നടത്തുന്നതാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. പക്ഷേ അത് കുട്ടിയെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് തിരുമേനി പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട് എന്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടിയാണ്, എന്ത് വഴിപാടാണെങ്കിലും അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ചിന്നു അത് ചെയ്യാനായി പോവുകയാണ്. പിന്നീട് കയ്യിൽ കർപ്പൂര ദീപം കത്തിച്ചുകൊണ്ട് അമ്പലത്തിന് ചുറ്റും നടക്കുകയാണ്. അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ചിന്നു ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വേദനകളും സഹിച്ചുകൊണ്ടാണ് ചിന്നു ആ വഴിപാട് നടത്തുന്നത്. അതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.